ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 65%, ഝാർഖണ്ഡിൽ 68% പോളിംഗ്. പാലക്കാട് പോളിംഗ് 70% പിന്നിട്ടു. ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ടിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സ് പുറത്തിറക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം, ഹൈഡ്രോ കാർബൺ, കൃഷി, അനുബന്ധ മേഖലകൾ തുടങ്ങി നിരവധി മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഗയാനയും തമ്മിൽ 10 കരാറുകളിൽ ഒപ്പുവച്ചു. ആരോഗ്യ മേഖലയിലെ സഹകരണം, ജൻ ഔഷധി പദ്ധതി, ഗയാനയിൽ UPI പോലുള്ള സംവിധാനം, പ്രസാർ ഭാരതിയും ഗയാനയിലെ നാഷണൽ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കും തമ്മിൽ പ്രക്ഷേപണ മേഖലയിലെ സഹകരണം എന്നിവയിലാണ് ധാരണാപത്രം. ഗയാനയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഇന്ത്യയുടെ എല്ലാ സഹകരണവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. गयाना के इंफ्रास्ट्रक्चर विकास में भारत एक विश्वसनीय पार्टनर के रूप में योगदान देता रहा है. मुझे खुशी है ईस्ट बैंक ईस्ट कोस्ट रोड प्रोजेक्ट का पहला चरण संपन्न होने जा रहा है. भारत द्वारा सप्लाई की गई पैसेंजर एंड कार्गो फेरी से गयाना के विभिन्न क्षेत्रों में कनेक्टिविटी बढ़ी है. टेक्नोलॉजी में सहयोग बढ़ाते हुए हम अपने संबंधों को एक फ्यूचरिस्टिक दिशा दे रहे हैं. ഇന്ന് ഗയാന പാർലമെന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഗയാനയിലെയും കരീബിയൻ മേഖലയിലെയും പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 56 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. ഗയാനയിൽ നടന്ന 2ാം ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊമിനിക്കൻ പ്രധാനമന്ത്രി റൂസ്വെൽറ്റ് സ്കെറിറ്റുമായി കൂടിക്കാഴ്ച നടത്തി. ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി റൂസ്വെൽറ്റ് സ്കെറിറ്റ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഡൊമിനിക്കയുടെ ആദരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. തുടർന്ന് UN സഹകരണത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സുരിനാം പ്രസിഡന്റ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി എന്നിവരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. അതിനിടെ ഗയാന, ബാർബഡോസ് എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുമെന്ന് അറിയിച്ചു. സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യ തള്ളി. സാധാരണഗതിയിൽ ഇന്ത്യ ഇത്തരം മാധ്യമ വാർത്തകളിൽ പ്രതികരിക്കാറില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. എന്നാൽ കനേഡിയൻ മാധ്യമം നൽകിയ ഇത്തരം അസംബന്ധമായ പരാമർശങ്ങളെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളുന്നതായി അദ്ദേഹം പറഞ്ഞു. മോശമായിരിക്കുന്ന ബന്ധങ്ങളിൽ കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈന, ലാവോസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ലാവോസിൽ നടക്കുന്ന 11ാമത് ASEAN പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിശ്വാസം വളർത്താനാകുമെന്ന് ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ രാജ്നാഥ് സിംഗ് ലാവോസിലെത്തിയത്. ഇന്ത്യൻ സമൂഹത്തിന്റെ പരിപാടിയിലും രാജ്യരക്ഷാമന്ത്രി പങ്കെടുത്തു. ഉത്കൽ കേസരി ഡോക്ടർ ഹരേകൃഷ്ണ മഹ്താബിന്റെ 125ാം ജന്മദിനാഘോഷം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക സ്റ്റാമ്പും നാണയവും പ്രകാശിപ്പിക്കും. 1899 നവംബർ 21-ന് ഒഡീഷയിലെ അഗർപരയിൽ ജനിച്ച ഡോക്ടർ ഹരേകൃഷ്ണ മഹ്താബ് സ്വാതന്ത്ര്യസമര സേനാനി, ചരിത്രകാരൻ, എഴുത്തുകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഹൈദരാബാദിൽ ഇന്ന് കോടി ദീപോത്സവത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ലോക്മന്ഥൻ 2024ന്റെ ഉദ്ഘാടന സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ സർവ
സർവകക്ഷി യോഗം ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളന കാലയളവിൽ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം ചേരുന്നത്. ശീതകാല സമ്മേളനം ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ്. 26-ന് ഭരണഘടനാ ദിനാചരണമായതിനാൽ അന്നേ ദിവസം സമ്മേളനം ഉണ്ടാകില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്നലെ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിൽ 65.02%, ഝാർഖണ്ഡിൽ 68.45% പോളിംഗ്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ 76.25%, ഝാർഖണ്ഡിലെ ജംതാരയിൽ 77.29% പോളിംഗ് രേഖപ്പെടുത്തി. 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ഝാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. മഹാരാഷ്ട്രയിലെ നന്ദ് പാർലമെന്റ് മണ്ഡലത്തിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്നലെ നടന്നു. ഇന്നലെ നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുകളിൽ പോളിംഗ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. UDF-നായി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്ഥാനാർത്ഥിയായി P. സരിനും NDA-യ്ക്കായി ശ്രീ കൃഷ്ണകുമാറുമാണ് ജനവിധി തേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പോളിംഗ് ശതമാനം 70 കടന്നതിന്റെ ആശ്വാസത്തിലാണ് മുന്നണികൾ. രാവിലെ മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലാണ് മെച്ചപ്പെട്ടത്. പല ബൂത്തുകളിലും പോളിംഗ് രാത്രി 8 മണിവരെ നീണ്ടു. വോട്ടിംഗ് മെഷീന്റെ വേഗക്കുറവ് പലയിടങ്ങളിലും വോട്ടെടുപ്പ് വൈകിപ്പിച്ചു. പാലക്കാട് നഗരസഭയിലും പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലുമായി 1,37,302 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.83% മണ്ഡലത്തിലെ പോളിംഗ്. ഇത്തവണ പാലക്കാട് നഗരസഭയിലാണ് കൂടുതൽ പോളിംഗ് നടന്നത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങുകൾ. ഓസ്ട്രേലിയൻ ചലച്ചിത്രകാരൻ മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ബെറ്റർമാൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 180-ലേറെ ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത്. പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സും മേളയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ, വിനോദം, സിനിമകൾ, TV ഷോകൾ, ഗെയിമുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഭാഷകളിലെ വിവിധ ചാനലുകൾ പ്ലാറ്റ്ഫോം ലഭിക്കും. ചൈനയിലെ ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ഡെൻമാർക്ക് താരത്തോടും വനിതാ സിംഗിൾസിൽ PV സിന്ധു സിംഗപ്പൂർ താരത്തോടും ഏറ്റുമുട്ടും. തായ്ലന്റ് താരമാണ് മാളവിക ബെൻസോദിന്റെ എതിരാളി. വനിതാ സിംഗിൾസിൽ മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരം അനുപമ ഉപാധ്യായ ജപ്പാനീസ് താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി സഖ്യം ഡെൻമാർക്ക് സഖ്യത്തോട് മത്സരിക്കും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തോടും, മിക്സഡ് ഡബിൾസിൽ സുമീത് റെഡ്ഡി, സിഖി റെഡ്ഡി സഖ്യം ചൈനീസ് സഖ്യത്തോടും ഏറ്റുമുട്ടും. ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ചൈനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ദീപിക ഗോൾ നേടി. ബീഹാറിലെ രാജ്ഗീറിലായിരുന്നു മത്സരം. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എന്നിവർ ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്താൻ ടീമിനായതായി രാഷ്ട്രപതി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യൻ ഹോക്കി വനിതാ താരങ്ങൾ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. CBSE 10-12 ക്ലാസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 15 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക. 10ാം ക്ലാസ് പരീക്ഷകൾ മാർച്ച് 18-നും 12ാം ക്ലാസ് പരീക്ഷകൾ ഏപ്രിൽ 4-നും അവസാനിക്കുമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 65%, ഝാർഖണ്ഡിൽ 68% പോളിംഗ്. പാലക്കാട് പോളിംഗ് 70% പിന്നിട്ടു. ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ടിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സ് പുറത്തിറക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.